നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരാളെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അയാൾ രാവിലെയും നിങ്ങളോടൊപ്പമുണ്ട്, രാത്രിയും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ എവിടെ പോയാലും അയാൾ നിങ്ങളുടെ കൂടെയുണ്ട്. ആ വ്യക്തി ആരാണ്? ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ഇന്ന് രാവിലെ എഴുന്നേറ്റ നിമിഷം മുതൽ ഇപ്പോൾ വരെ നിങ്ങൾ എത്ര പേരോടാണ് സംസാരിച്ചത്? ആരോടൊക്കെയാണ് നിങ്ങൾ സംസാരിച്ചത്? അതായത് നിങ്ങൾ ഭാര്യയോട് സംസാരിച്ചിട്ടുണ്ട്, ഭർത്താവിനോട്, മക്കളോട്, സുഹൃത്തുക്കളോട്, ഉള്ളവരോട്, അങ്ങനെ 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 ഒരുപാട് ആളുകളോട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ആരോടാണ്? നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരോടാണ് നിങ്ങൾ സംസാരിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭാര്യയോടാണോ, അതോ ഭർത്താവിനോടാണോ, അതോ മക്കളോടാണോ, അതോ ഓഫീസിലുള്ള വല്ലവരോടുമാണോ, അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള വല്ല വ്യക്തികളോടും ആണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്? അല്ലല്ലോ. നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെയല്ലേ നിങ്ങൾ സംസാരിച്ചത്? ആണോ? അല്ലേ? നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് സംസാരിച്ചത്. ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു നേരത്തെ, അതായത് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഒരു നേരത്തെ ഭക്ഷണം വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാം, അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ അദ്ദേഹത്തിന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും വലിയ പ്രയാസം ഒന്നും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. മാത്രമല്ല, ഒരു വ്യക്തിക്ക് ഒരു ദിവസം വെള്ളം വേണമെങ്കിൽ കുടിക്കാം, അല്ലെങ്കിൽ വേണ്ട എന്ന് വിചാരിച്ചാലും വലിയ പ്രശ്നമൊന്നും അവിടെ ഉണ്ടാകില്ല. എന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്ത, ഒന്ന് മാറ്റിവെക്കാൻ വിചാരിച്ചാൽ പോലും സാധിക്കാത്ത ഒരു കാര്യമുണ്ട്. അതേതാണ്? അതാണ് ഒരു വ്യക്തി അയാളോട് തന്നെ സംസാരിക്കുന്ന സംസാരം. സെൽഫ് ടോക്ക് എന്ന് പറയും. ഒരു വ്യക്തി അയാളോട് തന്നെ സംസാരിക്കുക, അതായത് ഒരു വ്യക്തി അയാളോട് തന്നെ സംസാരിക്കുന്നതിനെയാണ് സെൽഫ് ടോക്ക്, ഇന്നർ ടോക്ക് എന്നൊക്കെ പറയുന്നത്. ഇതൊരിക്കലും മാറ്റിവെക്കാനായി സാധിക്കില്ല. സ്വന്തത്തോടുള്ള ഈ സംസാരം, അല്ലെങ്കിൽ സ്വന്തത്തോടുള്ള ഈ സംസാരം ഒരിക്കലും ഒരു വ്യക്തിക്കും ഒഴിവാക്കാനായി കഴിയില്ല. അതിങ്ങനെ നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കും. ആണോ? അല്ലേ? അത് സത്യമാണോ? അല്ലേ? യെസ്, ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളോട് തന്നെ സംസാരിക്കുന്നതിന്റെ ഒരു പ്രതിഫലനമാണ് നിങ്ങൾക്ക് പുറത്ത് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കകത്ത് നിങ്ങൾ നിങ്ങളോട് എന്താണോ സംസാരിക്കുന്നത്, അതാണ് നിങ്ങളുടെ ജീവിതമായി മാറുന്നത്. അതായത് നിങ്ങളുടെ ബാഹ്യലോകത്ത് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ഒരു വ്യക്തിക്ക് അവനോട് തന്നെ സംസാരിക്കുന്നത് എന്താണോ, അതായത് ഒരു വ്യക്തി അവനോട് തന്നെ സംസാരിക്കുന്നത് എന്താണോ, അതിൻ്റെ ആകെ തുകയാണ് പുറത്ത് പ്രതിഫലിക്കുന്നത്, പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അകത്ത് എന്താണോ സംഭവിക്കുന്നത് അതാണ് പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരു വ്യക്തിക്ക് അതിൽ കൂടുതൽ ഒന്നും സംഭവിക്കുന്നില്ല. അതായത് അതിൽ കുറവും സംഭവിക്കില്ല, കൂടുതലും സംഭവിക്കില്ല. ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്, ഒരു അറിവാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നർ ടോക്ക്, അതായത് സ്വന്തത്തോടുള്ള ഈ സംസാരം ഒരു വ്യക്തിക്കും നിർത്താനായി കഴിയില്ല. ആ വ്യക്തി ആണാവട്ടെ പെണ്ണാവട്ടെ ആരുമാവട്ടെ, അദ്ദേഹം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റതോടുകൂടി ഇതിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ എഴുന്നേറ്റത് വലിയോ, അങ്ങനെ അങ്ങനെ തുടങ്ങിയിട്ട്, അതായത് സ്വന്തത്തിന് ഒരു പ്രതിഫലനം, അതായത് ഈ സെൽഫ് ടോക്കാണ് സ്വന്തത്തോട് സംസാരിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനം. ഇങ്ങനെ സ്വന്തത്തോട് സംസാരിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ്
ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ അയാൾക്ക് ലഭിക്കുന്നത്. അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അയാളിൽ അത് സംഭവിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരിക്കലും നമ്മുടെ ഇന്നർ ടോക്കിനെ നിർത്താനായി സാധിക്കില്ല. ഈ സംസാരത്തെ നമുക്ക് ഒരിക്കലും നിർത്താൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഒന്ന് നമുക്ക് ചെയ്യാം. എന്താ ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ഇന്നർ ടോക്കിന്റെ ആ വഴി തിരിച്ചുവിടാം. അല്ലെങ്കിൽ ആ ഇന്നർ ടോക്കിന്റെ ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ടോക്ക് നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ വഴി തിരിച്ചുവിടാം, വേറെ റൂട്ടിലേക്ക് മാറ്റാം. അങ്ങനെ വഴി തിരിച്ചുവിടാൻ ഒരു വ്യക്തിക്ക് സാധ്യമല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം അതോടെ ഇല്ലാതെയായി പോകും, നശിച്ചു പോകും, ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കും. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കേസ് സ്റ്റഡി അതിനായിട്ട് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, എൻ്റെ അടുത്ത് വന്നിട്ടുള്ള എൻ്റെ ഒരു പ്രോബ്ലവുമായിട്ട് ഒരു ലേഡി എൻ്റെ അടുത്തേക്ക് വരികയുണ്ടായി, ഒരു കൺസൾട്ടേഷൻ. അവർ പറഞ്ഞത്, ഭർത്താവുമായി എനിക്ക് യോജിച്ചു പോകാനായി കഴിയുന്നില്ല, മാത്രമല്ല അയൽക്കാരുമായി എനിക്ക് യോജിച്ചു പോകാൻ കഴിയുന്നില്ല, തന്നെ ആർക്കും വേണ്ട. ആ ലേഡി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ലേഡിയോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് എന്താണ് എപ്പോഴും ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ് നിങ്ങൾ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആ ലേഡിയോട് ചോദിച്ചപ്പോ ആ ലേഡി പറയുകയുണ്ടായി, എൻ്റെ ഭർത്താവ് എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ പറയാണ്, ആ ലേഡി പറയാണ്, ആ ലേഡിയുടെ അകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? എൻ്റെ ഭർത്താവ് എന്നെ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഭർത്താവ് ശ്രദ്ധിക്കുന്നില്ല തന്നെ. പിന്നെ ആ ലേഡി പറയാണ്, എന്താണ് എൻ്റെ ഭർത്താവ് നന്നാവാത്തത്? അപ്പൊ അത് സംഭവിക്കുന്നു, അകത്ത് പറയുന്ന സംഭവം സംഭവിക്കുന്നു. എന്താണ് അദ്ദേഹം ഇങ്ങനെ പെരുമാറുന്നത്? ഈ രീതിയിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പെരുമാറുന്നത്? അപ്പൊ ആ രീതിയിൽ അദ്ദേഹം പെരുമാറുന്നു. എന്താണ് അദ്ദേഹം സ്നേഹിക്കാത്തത്? അവർ പറയാണ്, അദ്ദേഹം എന്തുകൊണ്ടാണ് സ്നേഹിക്കാത്തത്? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്നേഹിക്കാത്ത അവസ്ഥ പുറത്ത് സംഭവിക്കുന്നു. മറ്റൊന്ന് പറയാണ്, അവര് പറയാണ്, എൻ്റെ സുഹൃത്തുക്കളുടെ ഭർത്താക്കന്മാരൊന്നും ഇങ്ങനെയല്ലല്ലോ. അങ്ങനെ അവർ സംസാരിക്കുമ്പോൾ അവരുടെ ഭർത്താവ് അങ്ങനെ ആവാതിരിക്കാനുള്ള പുറത്ത് അത് തന്നെ സംഭവിക്കുന്നു. ഇതൊക്കെ എന്നോട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളോട് പറയുന്ന ഈ സംസാരം, അതാണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയാകുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്നേഹം കിട്ടാത്തത്? ഞാൻ എന്താണ് നന്നാവാത്തത്? എന്നോടൊക്കെ ഇങ്ങനെ അനിഷ്ടം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നോട് തന്നെ സംസാരിക്കുമ്പോൾ ഈ സംസാരം എന്നോട് തന്നെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷനാണ്, മാത്രമാണ് അവർക്ക് ലൈഫ് ലഭിക്കുന്നത്. അതായത് എന്താണ് സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് സ്നേഹം കിട്ടാത്തത്? അതിങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ കിട്ടും. ഇതാണ് സംഭവിക്കുക. എന്താണോ നമ്മൾ പറയുന്നത് അത് കിട്ടും. അന്വേഷിക്കുന്നത് കിട്ടും എന്നല്ലേ, ചോദിക്കുന്നതിന് അർത്ഥം കിട്ടും. അതന്നെ കിട്ടുക നമ്മുടെ ലൈഫിൽ. അതിനപ്പുറത്തേക്ക് ഒന്നും കിട്ടൂല. നമ്മൾ എന്താണോ ചോദിക്കുന്നത് അത് കിട്ടും. അതുകൊണ്ട് ആ ലേഡിയോട് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ ഇടപെടുക. ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംസാരത്തിൽ നിങ്ങൾ ഇടപെടുക. നിങ്ങളുടെ സംസാരത്തിൽ ഇടപെടുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഇടപെടേണ്ടത്? എൻ്റെ ഭർത്താവ് നല്ലയാളാണ്. ആ സംസാരം ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞു. എൻ്റെ ഭർത്താവ് നല്ലയാളാണ്, അദ്ദേഹം എപ്പോഴും നല്ല രീതിയിൽ പെരുമാറുന്ന ആളാണ്. ഇങ്ങനെ ആ സംസാരം ഞാൻ മാറ്റാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അവര് എന്തൊക്കെ സെൽഫ് ടോക്ക്, അവരോട് സംസാരിച്ച സെൽഫ് ടോക്ക് ഉണ്ടോ, അതൊക്കെ അവരിൽ മാറ്റം വരുത്താനായി ഞാൻ പറഞ്ഞപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? ആ ലേഡിയുടെ സ്വന്തമുള്ള സംസാരത്തെ ഈ രീതിയിലേക്ക് മാറ്റാൻ ഞാൻ പറഞ്ഞപ്പോൾ അവർ അതുപോലെ ചെയ്യുകയും ചെയ്തപ്പോൾ
അത്ഭുതം എന്ന് പറയട്ടെ, അതിന്റെ ഫലമായി അവരുടെ ജീവിതത്തിൽ മാറ്റം വന്നു തുടങ്ങി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനായി സാധിക്കുന്നുണ്ട്? ഒരു യെസ് ടൈപ്പ് ചെയ്ത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഭർത്താവിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു, കുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. അവരുടെ ടോക്ക് ഇങ്ങനെ മാറ്റിയപ്പോൾ പതുക്കെ പതുക്കെ എന്ത് ചെയ്തു? ഭർത്താവിന്റെ സ്വഭാവത്തിൽ മാറ്റം വരാൻ തുടങ്ങി, കുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റം വരാൻ തുടങ്ങി. ആ ലേഡിയുടെ ജീവിതം ആകെ ആകെ മാറി തുടങ്ങി. അവർ എന്നോട് പറഞ്ഞു, ഞാൻ എല്ലാ അർത്ഥത്തിലും സൗഭാഗ്യമുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയുടെ ഭാര്യയാണ്. അതായത് നല്ല ശമ്പളം പറ്റുന്ന ഗസറ്റഡ് ഓഫീസറുടെ ഒരു ഭാര്യയാണ് ഞാൻ. ഈ സൗഭാഗ്യങ്ങളൊന്നും എനിക്ക് ആസ്വദിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ മദർ ഇൻ ലോയുമായി മനസമാധാനം ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ സ്വയം സംഭാഷണം മാറ്റിയപ്പോൾ, ഞാൻ എൻ്റെ സ്വന്തത്തോട് സംസാരിച്ച ഈ സംസാരം അങ്ങ് മാറ്റിയപ്പോൾ, ഇതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ വലിയ മാറ്റമാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായത്. എൻ്റെ ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടായി. എൻ്റെ മദർ ഇൻ ലോ യുമായിട്ടുള്ള മനോഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നപ്പോൾ എൻ്റെ മദർ ഇൻ ലോയും മാറുന്നതായി എനിക്ക് കാണാനായി സാധിച്ചു. എൻ്റെ ഭർത്താവ് എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ വീട്ടുകാരെയും ഭർത്താവിനെയും മാതാപിതാക്കളെയും വളരെ സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ മാറ്റം വന്നത് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ചിന്തിക്കുക. ഈ ഒരു അറിവ്, ഈ ഒരു നോളജ് വല്ലാത്തൊരു അറിവാണെന്ന് അവർ പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ മനസ്സിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ റിഫ്ലക്ഷൻ മാത്രമാണ് പുറത്ത് സംഭവിക്കുന്നത്. മറ്റുള്ളവരുടെ പെരുമാറ്റമായും വാക്കുകളായും ഒക്കെ പുറത്ത് സംഭവിക്കുന്നത് എന്താണ്? നമ്മോട് പറയുന്ന ഈ കാര്യങ്ങളാണ്. മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളായും നമ്മിൽ കാണുന്നത് എന്ന് പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കണം. അതായത് മറ്റുള്ളവരുടെ പെരുമാറ്റം, മറ്റുള്ളവരുടെ വാക്കുകൾ, മറ്റുള്ളവരുമായുള്ള ഇടപെടലുകൾ നമ്മിൽ കാണുന്നത് പൂർണ്ണമായും ഈ അകത്ത് സംസാരിക്കുന്ന ഈ സംസാരം കൊണ്ടാണ്. അതുകൊണ്ട് ജീവിതം മാറുവാനുള്ള ഒറ്റ വഴിയേ ഉള്ളൂ. ബോധപൂർവം നമ്മൾ ആലോചിക്കുക, എന്താണ് ഞാൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മൾ ചിന്തിക്കുക, എന്താണ് ഞാൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ബോധപൂർവം അതിൽ ഇടപെടുവാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു, നിങ്ങളുടെ ജീവിതം കൺമുമ്പിൽ നിങ്ങൾക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ പറഞ്ഞത് ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കുക. എന്താണ് നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളോട് സ്വയം നിരീക്ഷിച്ചു നോക്കൂ. നിങ്ങളൊന്നത് സ്വയം നിരീക്ഷിച്ചു നോക്കൂ, നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒന്ന് നിരീക്ഷിച്ച് നിങ്ങൾ പുസ്തകത്തിലൊക്കെ ഒന്ന് എഴുതി അതിലൊന്ന് മാറ്റം വരുത്താൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റത് മുതൽ നിങ്ങളോട് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായിട്ടൊന്ന് നിരീക്ഷിക്കുക. എന്നിട്ട് നിരീക്ഷിച്ച ശേഷം നിങ്ങൾ അതൊന്ന് പേപ്പറിലാക്കുക. എന്നിട്ട് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതന്നല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് കൃത്യമായി നിരീക്ഷിച്ചു നോക്കൂ. അത് നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമാകും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്ന്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാമ്പത്തിക പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമുള്ള ആളാണോ? അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു കാര്യവും ചെയ്യാൻ കഴിയുന്നില്ല, പൈസ ഇല്ല, പൈസ കയ്യിലില്ലല്ലോ, അതന്നല്ലേ സംഭവിക്കുന്നത്. വന്നാൽ തന്നെ കയ്യിൽ നിൽക്കുന്നില്ല. എന്തൊരു ചിലവുകളാണ്, ചിലവുകളോട് ചിലവ്. നമ്മൾ പണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക.
ഇത് നിർത്തുക അസാധ്യമാണ്. ഈ സംസാരത്തെ നിർത്തുക അസാധ്യമാണ്. എന്തേ സാധ്യമായതുള്ളൂ? ഇതിൽ മാറ്റം വരുത്തുക മാത്രമേ നമുക്ക് സാധ്യമാകുകയുള്ളൂ. ഇതിൽ മാറ്റം വരുത്താം. പക്ഷേ സംസാരം, നമ്മോട് തന്നെ ഈ സംസാരിക്കുന്ന ഈ സംസാരത്തെ നമുക്ക് മാറ്റാൻ കഴിയില്ല. അതായത് സംസാരം ഇങ്ങനെ നമ്മോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഈ സംസാരം നമുക്ക് മാറ്റാം, പക്ഷേ ആ സംസാരം നിർത്താനായി കഴിയില്ല. അതിൽ ബോധപൂർവം ഇടപെട്ട് മാറ്റങ്ങൾ വരുത്തി നോക്കൂ. നിങ്ങളുടെ ലൈഫ് അടിമുടി മാറുന്നത് നിങ്ങൾക്ക് കാണാനായി സാധിക്കും. ഇന്ന് നിങ്ങൾ കേട്ട ഈ സെൽഫ് ടോക്ക് ബോധപൂർവം മാറ്റുന്നതിലൂടെ, നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സംസാരത്തെ ബോധപൂർവം നിങ്ങൾ മാറ്റുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങും. ഇതൊന്ന് നിങ്ങൾ പരീക്ഷിക്കാൻ തയ്യാറാണോ? ഇത് പരീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ, ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ ഇതൊന്ന് പരീക്ഷിക്കാൻ? ഒരു കാര്യം കൂടെ, ഒന്ന് പരീക്ഷിച്ച് ഒന്ന് നോക്കൂ. നിങ്ങളിൽ ഒന്ന് മാറ്റം വരുത്തി നോക്കൂ. അപ്പോൾ നിങ്ങൾ കാണാൻ കഴിയും ഇതൊക്കെ. റെഡിയാണോ നിങ്ങൾ? ഒന്ന് മാറ്റി നോക്കൂ. ഓക്കെ. അപ്പോ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. വർഷങ്ങളായി ഉപബോധ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഭയം, കുറ്റബോധം, സ്ട്രെസ്, ഓവർ തിങ്കിങ് എന്നിവ വെറും സെൽഫ് ടോക്ക് കൊണ്ട് മാത്രം പൂർണ്ണമായി മാറ്റാൻ കഴിയില്ല. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് സെൽഫ് ടോക്ക് കൊണ്ട് കൊണ്ടുവരാമെങ്കിലും പൂർണ്ണമായി നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതിന് ശരിയായ ഒരു സിസ്റ്റം ആവശ്യമാണ്. അതിനു വേണ്ടിയാണ് ഞാൻ ഇമോഷണൽ റീസെറ്റ് സിസ്റ്റം എന്ന ഒരു തയ്യാറാക്കിയിട്ടുള്ളത്. അബോധ മനസ്സിനെ, അതായത് ഇമോഷണൽ റീസെറ്റ് സിസ്റ്റം എന്ന കോഴ്സ് തയ്യാറാക്കിയിട്ടുള്ളത് അബോധ മനസ്സിനെ, അതായത് ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്ത് മനസ്സിലും ശരീരത്തിലും സ്ഥിരമായ മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കുന്ന അത് ഘട്ടം ഘട്ടമായുള്ള ഒരു പരിശീലനമാണ്. ഈ മാറ്റം നിങ്ങൾക്കും അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കും ഈ മാറ്റം അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യൂ. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പ്രത്യേക ബോണസ് ലഭ്യമാണ്. പ്രത്യേകം ബോണസ് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് ലഭ്യമാണ്. ജോയിൻ ചെയ്യാൻ സ്ക്രീനിലുള്ള നമ്പറിൽ റീസെറ്റ് എന്ന് വാട്സപ്പ് ചെയ്യൂ. നിങ്ങളെ അടുത്ത ഘട്ടത്തിൽ ഞാൻ വ്യക്തിപരമായി ഗൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ. വളരെ വളരെ സന്തോഷത്തോടെ, വളരെ ഹാപ്പിയോടെ ഈ പ്രോഗ്രാം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ സന്തോഷം, വളരെ ഹാപ്പി. ഓക്കെ, താങ്ക് യു.